വനവാസത്തിനിടയിൽ ഒരു ദിവസം ദ്രൗപദി ഒരു മാന്ത്രിക പുഷ്പം കണ്ടെത്തി. ദിവ്യ സൗന്ദര്യവും സുഗന്ധവും കൊണ്ട് തിളങ്ങുന്ന 1000 ഇതളുകളുള്ള ഒരു പുഷ്പം. അവളത് ഭീമനടുത്ത് കൊണ്ടുചെന്ന് പറഞ്ഞു, ഈ സ്വർഗീയ പുഷ്പങ്ങളിൽ നിന്നും കൂടുതൽ എനിക്ക് വേണം. അവളെ പ്രീതിപ്പെടുത്താൻ ആഗ്രഹിച്ച ഭീമൻ കാറ്റ് വഹിക്കുന്ന ആ ഗന്ധത്തെ പിന്തുടർന്ന് കാട്ടിലേക്ക് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവന്റെ പാത തടസ്സപ്പെട്ടു. പാതയ്ക്ക് കുറുകെ ഒരു വലിയ കുരങ്ങൻ കിടക്കുന്നു. അതിന്റെ വാൽ പൂർണ്ണമായും വഴി തടഞ്ഞിരിക്കുന്നു. ഞാൻ ഭീമനാണ്, വായുവിന്റെ മകൻ ഭീമൻ കുരങ്ങനോട് പറഞ്ഞു. പതുക്കെ കണ്ണുകൾ തുറന്ന കുരങ്ങൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അനങ്ങാൻ കഴിയില്ല, വാല് പതുക്കെ എടുത്ത് മാറ്റി വെച്ചോളൂ. ഭീമൻ പുഞ്ചിരിച്ചുകൊണ്ട് വാൽ ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ അത് അനങ്ങിയില്ല. 2 കൈകൊണ്ടും അവൻ ശക്തമായി വലിച്ചു പൊക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. ജീവിതത്തിൽ ആദ്യമായി പരാജയപ്പെട്ടതായി ഭീമന് തോന്നി. വിനയാന്വിതനായ ഭീമൻ കുരങ്ങനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? കുരങ്ങൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വായുദേവന്റെ പുത്രനായ ഹനുമാനാണ്. ഭീമൻ അത്ഭുതത്തോടെ നിന്നു. അദ്ദേഹം തന്റെ ജ്യേഷ്ഠനാണ്. ഹനുമാൻ ഭീമനെ അനുഗ്രഹിക്കുകയും ശക്തമായൊരു സത്യം പഠിപ്പിക്കുകയും ചെയ്തു. വിനയമില്ലാത്ത ശക്തി അപൂർണമാണ്. ഹനുമാൻ ഒരു വാഗ്ദാനം കൂടി ചെയ്തു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന്റെ രഥക്കുടിയിൽ അദ്ദേഹം ഇരിക്കും. ആ ദിവസം ഭീമൻ വലിയൊരു ഭാരം താഴെ വെച്ചു, തന്റെ അഹങ്കാരം.